Molecular basis of inheritance ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് DNA ഫിംഗർ പ്രിന്റിംഗ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. സോ എന്താണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. സോ ഫിംഗർ പ്രിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റേസിലെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആണ്. ഇതുപോലെ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബേസ് സീക്വൻസ് നമ്മുടെ ഹ്യൂമൻ DNAയിലുണ്ട്. ഈ യുണീക്ക് ബേസ് സീക്വൻസിനെ പ്രൊഫൈൽ ചെയ്യുന്ന ടെക്നിക്കാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. ആൻഡ് ഈ ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അലക് ജെഫ്രി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇൻ ദ ഇയർ 1985. ആൻഡ് ഇതുപോലെ തന്നെ നമ്മൾ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ് നമ്മുടെ ഹ്യൂമൻ DNA മൊത്തമായിട്ട് നമ്മൾ സീക്വൻസ് ചെയ്തപ്പോൾ ആ സീക്വൻസസിൽ ബേസ് സീക്വൻസിൽ ഏറ്റവും കൂടുതൽ വന്നത് റെപ്പറ്റേറ്റീവ് സീക്വൻസസ് ആയിരുന്നു. ആൻഡ് ഈ റെപ്പറ്റേറ്റീവ് സീക്വൻസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് കോഡിംഗ് ഫംഗ്ഷൻ ഇല്ലാത്ത ബേസ് സീക്വൻസസ് ആണ് ഈ റെപ്പറ്റേറ്റീവ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ട്രാൻസ്ലേഷനിലേക്കൊന്നും അവർ പോകത്തില്ല. പ്രോട്ടീൻ സിന്തസിസ് അവരുടെ ഒരു റോൾ അല്ല. ആൻഡ് ഈ റെപ്പറ്റേറ്റീവ് സീക്വൻസിൽ കാണുന്ന ഒരു യുണീക്ക് സീക്വൻസ് ആണ് നമ്മൾ DNA പ്രൊഫൈലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ ജീനോമിനെ നമ്മളൊരു ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ നടത്തി നോക്കും. സോ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ നമ്മൾ നടത്തിയപ്പോൾ റെപ്പറ്റേറ്റീവ് സീക്വൻസസ് എല്ലാം കൂടി ഒരു പീക്കായിട്ട് ഫോം ചെയ്തു. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള DNA സീക്വൻസസ് വേറൊരു പീക്കായിട്ടും ഫോം ചെയ്തു. ആൻഡ് ഇത് നോക്കുവാണെങ്കിൽ ഇതുപോലെ രണ്ട് പീക്സ് നമുക്ക് കിട്ടി. ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷനിൽ റെപ്പറ്റേറ്റീവ് DNAയുടെ ഒരു പീക്ക്, ഇതുപോലെ തന്നെ ബാക്കി വരുന്ന നോർമൽ കോഡിംഗ് ഫംഗ്ഷൻ ഉള്ള DNA അതിനെ നമ്മൾ ബൾക്ക് DNA എന്ന് വിളിക്കും. ഇവർ വരുന്ന വേറൊരു പീക്ക്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഈ റെപ്പറ്റേറ്റീവ് DNAനെ നമുക്ക് വേറൊരു പേരിട്ട് കൂടി നമ്മൾ വിളിക്കുന്നുണ്ട്. റെപ്പറ്റേറ്റീവ് DNA ഈസ് ഓൾസോ നോൺ ആസ് സാറ്റലൈറ്റ് DNA. സോ ഈ സാറ്റലൈറ്റ് DNAയിലുള്ള ചില സീക്വൻസസ് ആണ് നമ്മൾ DNA പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഈ സാറ്റലൈറ്റ് DNAനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. സോ ഈ സാറ്റലൈറ്റ് DNA അതിലുള്ള ബേസ് സീക്വൻസിന്റെ കമ്പോസിഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ റിപ്പീറ്റിംഗ് യൂണിറ്റ്സിന്റെ ലെങ്ത്, അതുപോലെ തന്നെ എത്ര തവണ ഈ ബേസ് സീക്വൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സോ നമ്പർ ഓഫ് റിപ്പീറ്റ്സ്, ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സാറ്റലൈറ്റ് DNAനെ ക്ലാസിഫൈ ചെയ്യുവാണ് ആസ് മൈക്രോ സാറ്റലൈറ്റ്സ് ആൻഡ് മിനി സാറ്റലൈറ്റ്സ്. ആൻഡ് ഈ മൈക്രോ സാറ്റലൈറ്റ്സ് അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1 to 6 ബേസ് സീക്വൻസേ അവരുടെ ലെങ്ത് ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ATCGAC. സോ ഇവിടെ ഞാനൊരു 6 ബേസ് സീക്വൻസ് എഴുതിയിട്ടുണ്ട്. ഈ 6 ബേസ് സീക്വൻസ് റിപ്പീറ്റ് ചെയ്ത് വരുവാണ് നമ്മുടെ മൈക്രോ സാറ്റലൈറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റ്സിനെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് മിനി സാറ്റലൈറ്റ്സിൽ പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നത് 10 to 16 ബേസ് സീക്വൻസസ് ആയിരിക്കും ഉണ്ടാവുക. 10 അല്ലെങ്കിൽ 60 വരെയുള്ള അതിൻ്റെ ഇടയിൽ ഒരു നമ്പറിൽ വരുന്ന ബേസ് സീക്വൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ്സ് ആണെങ്കിൽ ഇതിനെ നമ്മൾ മിനി സാറ്റലൈറ്റ് എന്ന് വിളിക്കും. ആൻഡ് ഈ മിനി സാറ്റലൈറ്റ്സ് ആണ് നമ്മൾ DNA ഫിംഗർ പ്രിന്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ മിനി സാറ്റലൈറ്റ് ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് അവരുടെ ബേസ് സീക്വൻസിലല്ല ഡിഫറൻസ് വരുന്നത്. നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഓഫ് ദിസ് മിനി സാറ്റലൈറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഇൻ ഈച്ച് ഇൻഡിവിജ്വൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മിനി സാറ്റലൈറ്റ്സിനെ വി ആർ ഓൾസോ കോളിംഗ് ആസ് VNTR അല്ലെങ്കിൽ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് നമ്മൾ ഇവരെ വിളിക്കും. ഈ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് അല്ലെങ്കിൽ ഈ VNTR ആണ് നമ്മൾ DNA ഫിംഗർ പ്രിന്റിംഗ് അല്ലെങ്കിൽ പ്രൊഫൈലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഇനി സ്റ്റെപ്സ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ്, ഇനി ഇത് എങ്ങനെയാണ് ഈ VNTRസിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇവരെ DNA ഫിംഗർ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ DNA ഐസൊലേറ്റ് ചെയ്യുന്നു. ഐസൊലേഷൻ ഓഫ് DNA അതിനുള്ള ടെക്നിക്സ് നമുക്കറിയാം. ഈ നെക്സ്റ്റ് DNAനെ ഐസൊലേറ്റ് ചെയ്താൽ നമുക്കറിയാം DNAയുടെ ലെങ്ത് വളരെ വലുതാണ്. ഇവരെ നമ്മൾ ഫ്രാഗ്മെന്റ് ചെയ്യും. യൂസിങ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ DNAനെ ഫ്രാഗ്മെന്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ DNAനെ നമ്മൾ എന്താണ്, ഈ ഫ്രാഗ്മെന്റ്സ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. നമ്മൾ അതിൽ നിന്ന് നമുക്ക് VNTRs മാത്രമാണ് നമുക്ക് ആവശ്യം. സോ അതിന് വേണ്ടിയിട്ട് വി വിൽ ബി ഡൂയിങ് ജെൽ ഇലക്ട്രോഫോറസിസ് ടെക്നിക്ക്. അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി ജെൽ ഇലക്ട്രോഫോറസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താണ് VNTRസിനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ്സ് ഏതാണെന്ന് നമുക്കറിയാം. സോ നമ്മുടെ VNTRസിനെ മാത്രമായിട്ട് നമ്മൾ ഇനി ജെൽ പ്ലേറ്റിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിനി നമ്മുടെ ജെൽ പ്ലേറ്റിൽ നിന്ന് ഈ DNA ഫ്രാഗ്മെന്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്ന ടെക്നിക്കാണ് വരുന്നത്. ആൻഡ് ഈ ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലോട്ടിംഗ്. ആൻഡ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് സദേൺ ബ്ലോട്ടിംഗ് ആണ്. ആൻഡ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിനിലേക്ക്, അത് നൈലോൺ ആകാം അല്ലെങ്കിൽ നൈട്രോസെല്ലുലോസ് ആകാം, ഈ ഒരു സ്റ്റേബിൾ മെംബ്രെയിനിലേക്ക് ജെൽ പ്ലേറ്റിൽ നിന്ന് DNA ഫ്രാഗ്മെന്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നിക്കാണ് അടുത്ത സ്റ്റെപ്പ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ യൂസിങ് VNTR പ്രോബ് ആണ്. സോ
ഓൾറെഡി നമ്മുടെ VNTRs അല്ല നമ്മുടെ ഹ്യൂമൻ DNA എൻറ്റയർ DNA സീക്വൻസ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട് യൂസ് ചെയ്ത് നമ്മൾ സീക്വൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഒരാളുടെ VNTR ഒരാളുടെ ഹ്യൂമൻ DNA ആണ് നമ്മളിപ്പം മാച്ചിങ് സീക്വൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇയാളാണോ നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ആളെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഒരാളുടെ DNA നമ്മളുടെ കയ്യിലുണ്ട്. അയാളുടെ VNTRും നമുക്ക് നോൺ ആണ്. ആൻഡ് ഈ VNTR നമ്മൾ റേഡിയോ ലേബൽ ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ VNTR പ്രോബ് എന്ന് പറയുന്നത്. സോ റേഡിയോ ലേബൽ ചെയ്ത VNTRനെയാണ് നമ്മൾ VNTR പ്രോബ് എന്ന് പറയുന്നത്. സോ ഈ VNTR പ്രോബ് നമ്മളിപ്പോൾ സസ്പെക്ട് ചെയ്യുന്ന ആളുടെ VNTRുമായിട്ട് മാച്ചിങ് ആണ്. ദാറ്റ് ഈസ് ബേസ് കമ്പോസിഷൻ സെയിം ആണ് ആൻഡ് റിപ്പീറ്റിംഗ് യൂണിറ്റ്സും എല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ദാറ്റ് ഈസ് VNTR പ്രോബും നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ആളുടെ VNTRും തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടക്കും. അതായത് ഹൈഡ്രജൻ ബോൺഡ്സ് ഫോം ചെയ്ത് ഹൈബ്രിഡൈസേഷൻ നടക്കും. സോ ഇതിൽ നിന്നത് മാച്ചിങ് ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ സ്റ്റെപ്പാണ്. സോ VNTR പ്രോബും VNTRസും തമ്മിൽ മാച്ചിങ് ആണോ എന്ന് നോക്കും. ആൻഡ് ഹൈബ്രിഡൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോ റേഡിയോഗ്രഫി ടെക്നിക്ക് നടത്തി അതിൽ നിന്ന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓട്ടോ റേഡിയോഗ്രഫി ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ ഇതാണ് നമ്മുടെ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇത് എക്സാമിന് വളരെയധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്കിനി നെക്സ്റ്റ് ഫിഗറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ NCERTയിൽ കൊടുത്തിരിക്കുന്ന അതേ ഇമേജ് ആണ്. ഇവിടെ ഇൻഡിവിജ്വലിൻ്റെ ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ എയുടെ DNAയും കൊടുത്തിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ബിയുടെ DNAയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻഡിവിജ്വൽ എയുടെ ക്രോമസോം 7 അതുപോലെ തന്നെ ക്രോമസോം 2 ക്രോമസോം 16 ആൻഡ് ഇൻഡിവിജ്വൽ ബിയുടെയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആക്ച്വലി VNTRs ആണ്. ക്രോമസോം 7ൽ കാണുന്ന VNTRs ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രോമസോം 2ൽ കാണുന്ന VNTRs. സോ ക്രോമസോം 16ൽ കാണുന്ന VNTR. സോ ഈ രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെയും A ഇൻഡിവിജ്വലിൻ്റെയും B ഇൻഡിവിജ്വലിൻ്റെയും ക്രോമസോം 7, ക്രോമസോം 2, ക്രോമസോം 16 ആ പർട്ടിക്കുലർ ക്രോമസോംസിൽ കാണുന്ന VNTRs ആണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഈ VNTRs നമുക്ക് കിട്ടിയ സാമ്പിളിൽ ദാറ്റ് ഈസ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് C ആണ്. ഈ സാമ്പിളിൽ കിട്ടിയ VNTRുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. എന്ന് പറയുന്ന ഇൻഡിവിജ്വലിന്റെ VNTRും B എന്ന് പറയുന്ന ഇൻഡിവിജ്വലിന്റെ VNTRും നമുക്ക് സാമ്പിളിൽ കിട്ടിയ VNTRുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. സോ അതിൽ ഏറ്റവും മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ ബിയുടെ VNTR സാമ്പിളിൽ കിട്ടിയ VNTRുമായിട്ട് മാച്ചിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇൻഡിവിജ്വൽ B എന്ന് പറയുന്നത് ആക്ച്വലി ആ സാമ്പിളിൽ കിട്ടിയ അതേ VNTR ഉള്ള ആള് തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ DNA ഫിംഗർ പ്രിന്റിംഗ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്ന ടെക്നിക്. സോ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പറ്റേണിറ്റി റിഗാർഡിംഗ് പ്രോബ്ലംസിലൊക്കെ ഒരു സ്ട്രോങ് സയന്റിഫിക് എവിഡൻസ് ആണ് നമ്മുടെ DNA ഫിംഗർ പ്രിന്റിംഗ്. ദാറ്റ് ഈസ് ഫാദറിന്റെ അല്ലെങ്കിൽ മദറിന്റെ VNTRസും കുട്ടിയുടെ VNTRസുമായിട്ട് വളരെയധികം മാച്ചിങ് ആയിരിക്കും. അതിൻ്റെ റിപ്പീറ്റ് നമ്പർ എല്ലാം വളരെ മാച്ചിങ് ആയിരിക്കും. അതുപോലെ തന്നെ ക്രൈം സീൻസിൽ ദാറ്റ് ഈസ് റേപ്പ് അല്ലെങ്കിൽ മർഡർ ഇങ്ങനെയുള്ള ക്രൈം സീൻസിലൊക്കെ ഉള്ള ഒരു സ്ട്രോങ് സയന്റിഫിക് എവിഡൻസ് ആണ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഇതുപോലെ തന്നെ അടുത്തൊരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ജനറ്റിക് ഡിസീസസ്, ഡിഫറെൻറ്റ് ജനറ്റിക് ഡിസീസസിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫൈലോജനറ്റിക് സ്റ്റാറ്റസ് ഓഫ് ആനിമൽസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും DNA ഫിംഗർ പ്രിന്റിംഗ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ DNA ഫിംഗർ പ്രിന്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ മാക്സിമം ഷെയർ ചെയ്യുക. സോ താങ്ക് യു.